മൈ നെയിം ഇസ് ബൈജു, എൻ്റെ പേര് ബൈജു എന്നാണ് ഇങ്ങനെ പറയും. എന്നിട്ട് അതവളെ കളിച്ചപ്പം ജനം ഞെട്ടി. അപ്പം ഞാൻ ഈ സ്റ്റേജിൽ കയറിയിട്ട് ഇവരെ വെല്ലുവിളിയും തല്ലടാ എന്ന് പറഞ്ഞാൽ അവരെ വെല്ലുവിളിക്കുക. ഈ സമയത്ത് ഓർക്കാപ്പുറത്തൊരടി പുറത്ത് തന്നെ ആൾ സ്റ്റേജിനകത്ത്. പുള്ളിയുടെ പേരാണ് ബൈജു. പ്രശാന്തേട്ടാ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ ബൈജു എന്ന പ്രശാന്തേട്ടനെ പറ്റിയിട്ടൊരു ഇൻട്രോ നമ്മുടെ ചാനലിന് വേണ്ടി പ്രേക്ഷകരോട് കൊടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും പ്രശാന്തേട്ടൻ നൽകുക? ഞാൻ ഇൻട്രോ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുന്നപ്പുറ പ്രശാന്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റില്ല. ഒരു സമയത്തറിയാമെന്ന്, പക്ഷേ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ മാത്രം. പക്ഷേ പൊതുജനത്തിന് അറിയത്തില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട പേര് അയ്യപ്പ ബൈജു എന്നാണ്. അപ്പോൾ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ നമസ്കാരം, ഞാൻ പുന്നപ്പുറ പ്രശാന്ത് അങ്ങനെ പറഞ്ഞാൽ എന്നെ അറിയത്തില്ല. മൈ നെയിം ഇസ് ബൈജു, എൻ്റെ പേര് ബൈജു എന്നാണ് ഇങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞാലേ അവർക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ബൈറ്റ് കൊടുക്കാനൊക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഈ 90s 80s കിഡ്സിൽ ഒരുപാട് സ്വീകരിച്ച ആഘോഷിച്ച ഒരു കഥാപാത്രമാണ് അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ കഥാപാത്രം. പ്രശാന്തേട്ടൻ അവതരിപ്പിച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയ ഒരു കഥാപാത്രമാണ്. ഈ കഥാപാത്രം ആദ്യമായിട്ട് അവതരിപ്പിച്ച വേദി ഏതാണെന്ന് പറയാൻ സാധിക്കുമോ? ആദ്യം ഞാൻ അവതരിപ്പിക്കുന്നതെന്ന് വെച്ചാൽ കൊച്ചിൻ മിമിക്സ് മീഡിയ എന്ന് പറയുന്നൊരു ട്രൂപ്പുണ്ട്. അപ്പോൾ ആ കൊച്ചിൻ മിമിക്സ് മീഡിയ ആലപ്പി ഗോപകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിനകത്ത് ഒരുപാട് താരങ്ങൾ, ഇപ്പോൾ ജയസൂര്യ, അങ്ങനെ കുറേ പ്രശാന്ത് കാഞ്ഞിരപ്പറ്റ കുറേ ആൾക്കാർ അതിലേക്ക് കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് ഫേമസ് ആണ് ഈ ട്രൂപ്പ്. അപ്പോൾ അതിനകത്ത് ഒരു ഡ്രാമയുടെ ക്ലൈമാക്സിൽ വെളിയിൽ നിന്ന് ഒരു ഡ്രാമ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ വെളിയിൽ നിന്ന് ഈ ഡ്രാമ പൊളിക്കാൻ വേണ്ടി ഒരാൾ ഒരു കള്ളുകൂടിയും കയറി വരുന്ന ചെറിയ സാധനം, അതിനാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനം ചെയ്യുന്നത്. അപ്പോൾ അതെന്നോട് ചെയ്യാൻ പറഞ്ഞ് ഞാൻ ചെയ്ത്. അപ്പോൾ ഈ ക്യാരക്ടർ നെയിം ഉണ്ടോ ഓൾറെഡി? ഇല്ലില്ല, നെയിമില്ല. അപ്പോൾ ഇങ്ങനൊരു കുടിയൻ വന്ന് കയറി ഇങ്ങനെ ഒരു അത് ഉഴപ്പുന്ന ഒരു സംഭവം ഓഡിയൻസിൻ്റെ അത് ക്ലൈമാക്സ് അതാണ്. അപ്പോൾ ഇടിച്ച് നിൽക്കുന്ന ഒരു കൗണ്ടർ ബിറ്റൊന്നും ഇല്ല. ഈ കുടിയൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഇൻട്രാക്ട് ചെയ്ത് പറഞ്ഞ് അതിലും അങ്ങ് തീരുവാണ് ഈ സാധനം. അപ്പോൾ അങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ചെയ്ത്. പക്ഷേ ആദ്യത്തെ സ്റ്റേജ് പിന്നെ കുറച്ച് ഈ പറയപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും അന്ന് ഓരോ കരക്കാരുടെയൊക്കെ ആയിരിക്കും. ചിലപ്പം ചില ഇന്ന കരക്കാരുടെ ഉത്സവമായിരിക്കും. അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്ക് പതുക്കെ അടി കിട്ടാൻ തുടങ്ങി. കാരണം നമ്മളവിടെ സ്റ്റേജിലോട്ട് കയറുമ്പോൾ തന്നെ ഇവർ വരുക. അപ്പോൾ അടി കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തത്, അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റില്ല. അതായത് നമ്മൾ അടി നമുക്ക് ഉറപ്പാണെന്നല്ല. ഇപ്പോൾ ഈ അടി കിട്ടുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റേജിൽ കയറണം, മനസ്സിലായി? അങ്ങനെ നമ്മൾ അത് പ്ലാൻ ചെയ്ത് ഒരു ടൈമിങ് അഡ്ജസ്റ്റ് ചെയ്ത് അടി മേടിക്കാതെ കയറാൻ തുടങ്ങി. പക്ഷെ ഒരു സ്റ്റേജിൽ ചെന്നപ്പോൾ ഞാൻ ഇതുപോലെ കയറിക്കുന്നപ്പോൾ ഒരാൾ തോർത്ത് ഞാൻ ചേട്ടാ ആ തോർത്ത് അപ്പോൾ ഭാരവാഹി എന്നാണ് പുള്ളി. അതിനകത്ത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നു, ട്രൂപ്പ് വന്നപ്പോൾ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നവരോ. ആ പുള്ളിയുടെ ഞാൻ ഈ തോർത്തൊക്കെ വാങ്ങിച്ച് ഒരു തോർത്തൊക്കെ വാങ്ങിച്ച് തല കിട്ടുന്ന മാറി നിൽക്കുക. അപ്പോൾ സമയമാകുമ്പം കയറ്റിക്കൊണ്ട് കയറി വരണം. അപ്പം ഞാൻ വന്ന് സ്റ്റേജിലോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് പുറകിൽ നിന്ന് 2-3 പേര് ഓടി വന്നു. അപ്പം ഇങ്ങനൊരു സീനുണ്ടെന്നുള്ള കാര്യം ചേട്ടാ ഒന്ന് കയറി ചെയ്തോളാൻ നമ്മൾ ഈ കമ്മിറ്റിക്കാരുടെ അടുത്ത് പറയണം. അപ്പോൾ ഈ കമ്മിറ്റിക്കാർ സ്റ്റേജിൻ്റെ 2 സൈഡിലായിട്ട് അവരും നിൽപ്പുണ്ട്. ആരെങ്കിലും വന്ന് തല്ലാതിരിക്കാൻ വേണ്ടി പിടിക്കാം. വേറെ 2-3 പേര് ഓടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇവർ കമ്മിറ്റിക്കാർ ഇത് പരിപാടിക്കത്തുള്ളൂ ആണോ ശരി എന്നും പറഞ്ഞ് ഓക്കെ. അപ്പം ഞാൻ ഈ സ്റ്റേജിൽ കയറിയിട്ട് ഇവരെ വെല്ലുവിളിയും തല്ലടാ എന്നും പറഞ്ഞാൽ അവരെ വെല്ലുവിളിക്കുക. ഈ സമയത്ത് ഓർക്കാപ്പുറത്തൊരടി ഈ തോർത്ത് തന്ന ആൾ സ്റ്റേജിനകത്ത്. ഈ തോർത്തെന്ന് കേട്ടിട്ടില്ല. പുള്ളി സ്റ്റേജിൽ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി നിൽക്കുക. ഈ പുള്ളി സൈഡിൽ നിന്നപ്പോഴത്തേക്കും പുള്ളി തോർത്തെന്ന സാധനമൊക്കെ പോയില്ല. ബാക്കിയുള്ളവരായിട്ട് ഇവൻ സ്റ്റേജിൽ കയറിയിട്ട് ഉഴപ്പിട്ട് അവരോട് ചൂടാകുന്നുണ്ട്. പുള്ളിയുടെ ഫ്രണ്ട്സാണത്. പുള്ളി പുറകെ പെട്ടെന്ന് നമ്മുടെ സൈഡ് ഇവൻ്റെ ക്വാർട്ടർ ഫോം ഉണ്ടല്ലോ, അതിൻ്റെ സൈഡിൽ പുള്ളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളി ഓടി വന്നിട്ടാ ഒരൊറ്റടി ഞാൻ സ്റ്റേജിന് വെള്ളി അവിടുന്ന് അടി മേടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഉടനെ ഈ ആദ്യം അടിക്കാൻ വന്ന ആൾക്കാർ പറയാം, എടാ ഇത് പരിപാടിക്കത്തുള്ളൂ. ഈ പുള്ളിയെ പറഞ്ഞ് മനസ്സിലാക്കുക. പുള്ളി ആ പടം ചമ്മി അല്ല അപ്പോൾ പിന്നെ ഏതാ കുറച്ച് ചേട്ടനോടാ ഞാൻ തോർത്ത് മേടിച്ച
സോറി കേട്ടോ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്ന് പറ. ഇത് റെക്കോർഡഡ് ആയിരുന്നു അതോ നമ്മൾ ജസ്റ്റ് ലൈവ്? ഇത് അന്നൊന്നും റെക്കോർഡ് ഐറ്റംസ് ഇല്ല, അന്നെല്ലാം ഈ ലൈവ് പ്രോഗ്രാംസ് 3-4 വീഡിയോ കാസറ്റ് ഒക്കെ ഔട്ടായിരുന്നു അതോ ആ സമയത്ത് എങ്ങനെയാ? അപ്പൊ ഞങ്ങൾ വീഡിയോ കാസറ്റ്സ് ഒക്കെ ഉണ്ട്. അതിപ്പോൾ കൊച്ചിയിൽ നമ്മളെ കലാഭവൻ്റെ അങ്ങനെയൊക്കെ ഉള്ള ടീമിൻ്റെ ഒക്കെ മാത്രമേ ഉള്ളൂ. അതിനുശേഷമാണ് പിന്നീട് ഈ കാസറ്റ് തരംഗം ഇങ്ങനെ കൂടെ വന്നത്. പിന്നെ ഞാനൊക്കെ വന്ന സമയത്ത് CD തരംഗം ഉണ്ടായതോടാണ് നമുക്ക് ഈ കൂടുതൽ 80s 90s കിഡ്സിൻ്റെ ഇടയിൽ ഇതിൻ്റെ അതായത് ഒരു സിനിമ കാണുന്നതിനെക്കാട്ടിലും ആകാംക്ഷയായിരുന്നു ഈ ഒരു കാസറ്റ്. അത് ഇപ്പം നമ്മൾ തന്നെ പണ്ട് കൊച്ചിലെയൊക്കെ BD രാജൻ്റെ കാസറ്റ് ഇറങ്ങുമ്പോൾ സമയത്ത് നമ്മൾ ആ കാസറ്റ് മേടിക്കുന്ന വീട്ടിൽ എല്ലാവരും കൂടി പോയിരിക്കും കേൾക്കാൻ ഇല്ലേ. ഈ കാസറ്റ് ഒരു ഓട്ടമാണ്, പല ആൾക്കാരും മേടിച്ച് പിന്നെ അങ്ങനെ. പിന്നെ അതിനുശേഷം ഈ ദേവാവലും പൂന്താരോ ഇങ്ങനെ കുറേ ഓണത്തിനിടക്ക് പുട്ട് വെച്ചോളം പാരഡിയും അങ്ങനെ അത് ഭയങ്കര സുഖമെന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ലൈവ് നമ്മൾ ചെയ്യുന്ന ആളെ നമ്മൾ കാണുവാണ് ഇല്ലേ. പണ്ട് അതല്ലല്ലോ, റേഡിയോയിൽ അത് കേൾക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മൾ കൂടുതൽ ആസ്വദിച്ചിരുന്നത് അങ്ങനത്തെ കാസറ്റുകൾ, അങ്ങനത്തെ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഭാവനയിലാണ് നമ്മളെ ക്യാരക്ടറിലെ ക്രിയേറ്റ് ചെയ്യുകയും നമ്മൾ അപ്പോൾ അത് ഭയങ്കര സുഖമാണ്. അപ്പോൾ പ്രശാന്ത് ഏട്ടൻ, നമ്മുടെ മനോജ് ഗിന്നസ്, അങ്ങനെ ഒരു തരംഗം പിന്നീട് ഉണ്ടായി. പിന്നെ ഒരു കൂട്ടുകെട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇപ്പോൾ ഏത് ട്രൂപ്പ് ഉണ്ടെങ്കിലും, ഇപ്പം ട്രൂപ്പിൻ്റെ ഏത് പേരാണെങ്കിലും അതിൽ കോമൺ ആയിട്ട് നിങ്ങളൊക്കെ ഉണ്ടാവും. അതെ അതെ. അന്ന് ഷോയ്ക്ക് ഞാൻ, മനോജ് ഗിന്നസ്, പിന്നെ ഉണ്ണി എസ് നായർ, ഞങ്ങൾ 3 പേരൊരു കോമ്പിനേഷനാണ്. അവരെ പരിചയപ്പെടുന്നതും കാണുന്നതുമൊക്കെ കൊച്ചിൻ ഗിന്നസ് വന്നതിന് ശേഷം. ഓക്കെ ഓക്കെ. അപ്പോൾ ഗിന്നസിൻ്റെ CD തരംഗത്തിലൂടെയാണ് നമ്മളെ ഇങ്ങനെ എല്ലാവരും കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ NRS നമ്മുടെ വെളിയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ട് അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയല്ല, നമ്മുടെ ഫീൽഡിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട് എഡിറ്റിങ്ങിനൊക്കെ ഇരുന്ന് തല പുണ്ണായിട്ട് ഒരു സിഗരറ്റ് വലിക്കുന്ന ലാഘവത്തോടു കൂടി അവർക്കൊരു സ്വല്പം റിലാക്സ് ഇടാ ആ സാധനം ഒന്നിട്ടടാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. കാരണം അവരുടെ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി, ഒരു റിലാക്സേഷന് വേണ്ടി നമ്മുടെ CDs അല്ലെങ്കിൽ നമ്മുടെ ആ വിഷ്വൽ അവർ അതായത് ഒരു വേറൊരാൾ ആസ്വദിക്കുന്നത് കണക്കല്ല, ഒരു കൂട്ടുകാരൻ ആസ്വദിക്കുന്നത്. കാരണം നമ്മുടെ A to Z നമ്മൾ എന്ത് ചെയ്താലും അവനറിയാം. അപ്പം അവൻ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അംഗീകാരം, ഒരു സർട്ടിഫിക്കറ്റ്. മനസ്സിലായി? എന്നാ അഭിപ്രായം പറഞ്ഞാൽ നമ്മളൊരു കൂട്ടുകാരൻ അംഗീകരിക്കുക, ഒരു കൂട്ടുകാരൻ നമ്മളെ ബഹുമാനിക്കുക, നമ്മളുടെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് നമ്മൾ ഓസ്കാർ അവാർഡ് കിട്ടുന്ന പോലെ. അത് അത്രയും അവനെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അവൻ മതിമറന്ന് നമ്മളുടെ പ്രവൃത്തി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയൊരു അംഗീകാരം. ഈ കഥാപാത്രത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ നേരത്തെ കുടിയൻ എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഇത് ഈ അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞ ആ ഒരു പേരിലേക്ക് വരുന്നത് എങ്ങനെയായിരുന്നു? തികഞ്ഞ കലാകാരനാണ്. നമ്മൾ കൈതാരം പ്രദീപ് എന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ അവതരിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന ഭയങ്കര ലൈഫാണ്. അദ്ദേഹം ഒരു കുടിയൻ കളിക്കും. ആ കുടിയൻ അദ്ദേഹം എഴുതിയ, അപ്പോൾ സലിംകുമാർ ഈ പ്രതിഭട്ടനും കൂടി ഒരു സ്റ്റേജിൽ കളിക്കാൻ വേണ്ടി എഴുതിയാണ് കല്യാണ വീടിൻ്റെ തലേദിവസമുള്ളൊരു സാധനം. അവർ റഫിട്ട് എഴുതി ഒരു സാധനം അവർ എഴുതിയതാണ്. ഈ സാധനം പലരും ഇങ്ങനെ കൊണ്ടുപോയി ട്രൂപ്പുകളിൽ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഇതുപോലെ കൊച്ചിനൊന്നിയിടാന്ന് പറഞ്ഞ ട്രൂപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ അവിടെ ബിഗ് സീറോ എന്ന് പറഞ്ഞ ട്രൂപ്പിൻ്റെ രമേശ് കുറുമശ്ശേരി ചേട്ടൻ്റെയൊക്കെ അവരെല്ലാം അടങ്ങുന്ന ഒരു വലിയ ഒരു ടീം, ഭയങ്കര ടീമാണ് അവരുടെ ട്രൂപ്പിൻ്റെ ഒരു ഷോ ഉണ്ട്. അപ്പോൾ അതിൽ ഈ കല്യാണ വീടെന്ന് പറയുന്ന സംഭവം കളിച്ചവർ. പക്ഷേ അതവർ കളിച്ചു. അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടാ നമുക്കിത് കളിക്കാൻ പാടില്ല, രസമായിരിക്കും, നീ കളിച്ച രസം. കാരണം ഇതിനകത്ത് ഞാൻ മീഡിയ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരാണ്. പിന്നെ അന്നൊക്കെ എനിക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ട്രൂപ്പിലുള്ള ഞാൻ എസ്റ്റാബ്ലിഷ് ആകുന്നതിന് മുൻപേ ഈ കലാഭവൻ, നൊനീഡ, ഹരിശ്രീ, ഇങ്ങനെ സകല ഫെമിലിയർ ട്രൂപ്പിലും എൻ്റെ കൂട്ടുകാരുണ്ട്. അപ്പം ഞാൻ അവിടെ ആലപ്പുഴയിൽ ചെറിയ ചെറിയ പരിപാടികൾ കളിച്ചേക്കുന്നത്. പക്ഷെ ഇവരെല്ലാം എൻ്റെ കൂട്ടുകാരാണ്. പക്ഷേ ഇവർക്ക് എന്നെ അറിയാം. അപ്പോൾ ഇവർ എൻ്റെ കുറേ തമാശകളൊക്കെ ചെന്ന് ഈ ട്രൂപ്പിനകത്ത് എന്ന് പറയും. അപ്പോൾ അവർ ഈ ആളെ കാണാൻ വേണ്ടിയിരിക്കുക. അപ്പോൾ ഇവർ നമ്മൾ ട്രിവാൻഡ്രത്തൊക്കെ ഒരു പ്രോഗ്രാമിന് പോകാൻ നിൽക്കുക. നേരം ഇപ്പോൾ അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അന്നൊക്കെ ഇപ്പോൾ കലാഭവൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ ചങ്ങനാശ്ശേരി, കോട്ടയത്ത് നിന്ന് ഷാജു, ഈ പ്രചോദ്, ഇവരൊക്കെ വന്ന് അറവുകൾ വന്ന് നിൽക്കും എൻ്റെ വീടിൻ്റെ അവിടെ. ഞങ്ങളവിടെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചിട്ട് വണ്ടി അവിടെ വരും. അപ്പോൾ ഇവരങ്ങ് പോകും.
അങ്ങനെ കയറി അങ്ങനെ അത്രയും നേരം ഞങ്ങൾ സംസാരമായിരിക്കും. അപ്പോൾ ഈ പറയപ്പെടുന്ന കൂട്ടുകാരും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുറേ തമാശ. അപ്പോൾ ഇവരെല്ലാവരും എല്ലാ ട്രൂപ്പിലും ചെന്നപ്പോൾ അപ്പോൾ ഇവർ ഈ കേട്ട പിന്നെ സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ വിചാരിക്കുന്ന അവർ കേൾക്കുമ്പോൾ ഇത് ആളെ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു സഭ. അപ്പോൾ അവർ വിചാരിക്കുന്നത് വമ്പൻ ടീമായിരിക്കും എന്നും പറഞ്ഞാൽ അവർ നമുക്ക് ഇന്ന് പ്രശാന്തൻ അപ്പോൾ അവർ അന്നൊക്കെ നമ്പറില്ല തൊട്ടടുത്ത വീട്ടിൽ വിളിച്ച് പറയാം, എടാ നീ പോകല് ഇന്ന് അവർ കാണണമെന്ന് പറഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞു ശരി. അപ്പോൾ ഇവരുടെ വണ്ടി എടുക്കുന്നവരെ എനിക്ക് പേടിയാണ്. അവർ കാണാൻ വരുന്നത് അവർ കാണാൻ വന്ന് ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്ന ബിൽഡപ്പ് അനുസരിച്ച് അവരുദ്ദേശിക്കുന്ന വേറൊരാളെയാണ് മനസ്സിലായി. അവർ വന്ന് നോക്കുമ്പോൾ ഈ സാധനത്തെ കാണല്ലേ എന്തി ധ്യാനിക്കുന്ന പറയുമ്പോൾ സകല സകല ഇതാണ് നീ പറഞ്ഞ ആള്. പറഞ്ഞവനെ ഒരു നോട്ടം ഇവർ പുച്ഛിച്ച് അവനാ പറഞ്ഞേ, അവനാ ഇത് പറഞ്ഞേ, ശരി മോനെ എന്നും പറഞ്ഞ് അവർക്ക് വന്ന എല്ലാ ഇൻട്രസ്റ്റും പോയി ഇങ്ങനെ പോയി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒരു കൊച്ചിയിലേക്ക് ഞാൻ കുറേ ട്രൂപ്പുകളിലൊക്കെ എന്നെ ക്ഷണിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നമ്മളെക്കുറിച്ച് എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി. ഇങ്ങനെയുള്ള എൻ്റെ കൂട്ടുകാർ എല്ലാ ട്രൂപ്പിലുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്കറിയാം ഞാൻ ഇത് ഏതൊക്കെ ടൈപ്പ് സംഭവങ്ങൾ ചെയ്യും. പറയുമ്പോഴും അഭിനയിക്കുന്നതൊക്കെ അല്ല ട്രൂപ്പിൽ പരിപാടി കളിച്ച് കണ്ടത് മാത്രമല്ല, അല്ലാതെ പറയുമ്പോഴും അവൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള അവർക്കറിയാം. അപ്പോൾ അവർ പറഞ്ഞത് ഇത് നീ ചെയ്ത നല്ലതാക്കില്ലേന്ന് പറഞ്ഞു. അപ്പോൾ അന്നൊക്കെ അതൊരു കാര്യമുണ്ട്, ഒരു ട്രൂപ്പിൽ കളിക്കുന്ന സാധനം വേറൊരാൾ കളിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ഒരു വർഷത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഏജൻസികളും എല്ലാ ട്രൂപ്പുകൾക്കും പ്രോഗ്രാമുകൾ അന്ന് ഏജൻസികൾ തരുന്ന പ്രോഗ്രാംസാണ് കളിച്ചിട്ടുള്ളത്. അപ്പോൾ അവരെല്ലാവരും അപ്പോൾ ഒരാൾ കളിക്കുന്ന സാധനം വേറൊരാൾ എടുത്തു കഴിഞ്ഞാൽ ആ ഏജൻറ്റിനും അത് ബുദ്ധിമുട്ടുണ്ടാകും. 2 ഷോയാണ് അയാൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ 2 ടീമിൻ്റെ ഷോ കൊടുക്കുമ്പോൾ ഒരേപോലെ കളിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പാടില്ല. അങ്ങനെ അത് ഞങ്ങളിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അവൻ ചെന്ന് ചോദിച്ചു ട്രൂപ്പിൻ്റെ ഓണർ, വേണ്ട അത് വേണ്ട അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മളെ തൊട്ടടുത്തുള്ള ട്രൂപ്പാണ്, അത് പറ്റില്ല. പക്ഷെ അത് ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരണം. ഈ സാധനം ഒരു നമ്മുടെ ഈ നവരാത്രി ഉണ്ടല്ലോ, നവരാത്രി ദിവസം ഒരു ദിവസം ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് എൻ്റെ പുന്നപ്പുറയിൽ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ അവരുടെ ഒരു പരിപാടി ഒരു ദിവസം നോക്കി. അപ്പോൾ അന്നത്തെ ദിവസം നമുക്ക് വരാം, അത് ഫ്രീ ആയിട്ടുള്ള ദിവസം. കുറച്ച് ദിവസം ഈ പൂജ വയ്ക്കുന്ന സമയത്ത് എന്നോട് അവിടെ എന്തെങ്കിലും ചെറിയൊരു പരിപാടി പ്രശാന്തൻ്റെ കൂട്ടുകാരെ വിളിച്ചൊന്നും ചെയ്യാൻ പറ്റുമോ? പുന്നപ്പുറ മാർക്കറ്റ് ജംഗ്ഷൻ. അപ്പോൾ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ 1 മാൻ ഷോ പരിപാടിയൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ പിറവം പ്രമോദ് എന്ന് പറയുന്നത് അവൻ എൻ്റെ കോമ്പിനേഷനാണ്, അവനെ വിളിച്ച്. പിന്നെ ഈ വീടിനടുത്ത് തന്നെയുള്ള 2-3 നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടി ഈ സാധനം കളിച്ചിട്ടില്ല, ഇത് മനസ്സിൽ നിൽക്കുകയാണ്. ഈ കല്യാണ വീട് എന്നുള്ള സാധനം നമ്മുടെ ഐഡിയയിൽ ഒരു കല്യാണ വീട് ഉണ്ടാക്കുക, സെയിം ഇത് തന്നെ, മാറ്റർ തന്നെ, പക്ഷെ നമ്മൾ ഒരു സാധനത്തിൽ ഉണ്ടാക്കും. എന്നിട്ട് അതവളെ കളിച്ചപ്പം ജനം ഞെട്ടി സ്വീകരിച്ചു. പുതിയൊരു സാധനം, ഇവിടെ ഇത് എന്ന സാധനമാണ് പ്രശാന്ത് എന്ന് പറഞ്ഞു. ഈ കഥാപാത്രത്തെ മെയിൻ ആക്കിക്കൊണ്ട് ആദ്യം സ്കിറ്റ് തീരുമാനിക്കുന്നത്. അപ്പം മുന്നോട്ട് നമ്മൾ ഈ അയ്യപ്പ ബൈജു എന്നുള്ള ക്യാരക്ടർ പൂർണ്ണമായി ആയിട്ടില്ല. അത് ഏത് മൊമെന്റിലാണ് അയ്യപ്പ ബൈജു എന്നുള്ള കഥാപാത്രം വരുന്നതും അത് സ്വീകരിക്കപ്പെടുന്നതും? അത് ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ട്രൂപ്പിലെല്ലാം പിന്നെ ഞങ്ങൾ ഈ ട്രൂപ്പിൻ്റെ സീസൺ തീരാറായപ്പോഴത്തേക്ക് എന്തായാലും 2-3 സ്റ്റേജുള്ളൂ, നമുക്കൊന്ന് കളിച്ചേക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ ഓണർ അറിയാതെ ഞങ്ങളിത് കളിക്കുക. വേറെ ട്രൂപ്പിൽ സീസൺ തീരെ 2-3 പരിപാടിയായി. അപ്പോൾ ആ ഏരിയയിലേക്കും വേറെ നമ്മുടെ ട്രൂപ്പുകളുടെ പരിപാടിയില്ല. അപ്പം നമ്മൾ മാത്രമേ നമുക്ക് 2-3 പരിപാടിയുള്ളൂ. അതും കളിച്ചേക്കാന്ന് പറഞ്ഞ് കളിച്ച വമ്പ ഹിറ്റ്. അപ്പോൾ പിറ്റേ വർഷം ട്രൂപ്പുണ്ടല്ലോ. അപ്പോൾ ഈ ഏജൻസികൾ പറഞ്ഞ മറ്റേ സ്കിറ്റ് നിങ്ങൾ കളിച്ചേ പറ്റത്തുള്ളൂ, അത് അടുത്ത വർഷം വേണം, അത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾ നോക്കാൻ പറഞ്ഞു. അന്ന് മുതലേ ഇത് പാക്കിലായി. ഇത് കണ്ടിട്ടാണ് നമ്മൾ പലരും നമ്മൾ കൊച്ചിയിലേക്ക് ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നെ എല്ലാവരും ഈ സാധനം എല്ലാവരും അങ്ങ് ഏറ്റെടുത്തു. ഹരിപ്പാട് ഒരു ട്രൂപ്പിൽ എന്നെ വിളിച്ചൊന്ന് ഡയറക്ഷൻ ചെയ്യാമെന്നും പറഞ്ഞ് വിളിച്ചപ്പോൾ അവിടെ അന്നൊരു പയ്യൻ രാജേഷ് എന്ന് പറയും, ആ പയ്യൻ എന്നോടൊരു കഥ പറഞ്ഞായിരുന്നു. ഇതുപോലെ ഈ അടി കൊള്ളുന്ന ക്രെഡിറ്റായിട്ട്, സാധാരണ വീരവാദം മുഴക്കൊക്കെ അല്ലേ, ഈ അടി കൊള്ളുന്ന ക്രെഡിറ്റായിട്ട് പറയുന്ന ഒരാളുടെ കാര്യം. അവൻ പക്ഷെ കുറേ സാധനങ്ങളവൻ പറയും, പക്ഷെ അത് നമുക്ക് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ത്രെഡ് എടുത്തിട്ട്
ഇവൻ എന്നോട് പറയുന്നത് എന്നാ ഇങ്ങനൊരു സാധനം ഉണ്ട്, അണ്ണൻ കളിക്കാം, നല്ലതാണിക്കും എന്നൊക്കെ പറഞ്ഞ് അവൻ എന്നോട് എന്നെ ഇവൻ കണ്ടിട്ടുണ്ട് ഈ കല്യാണ വീടൊക്കെ കളിക്കുന്നത്. അപ്പോൾ ആ സാധനം ഞാൻ ആ ത്രെഡ് എടുത്തിട്ട് ഒരു കുടിയൻ ഇങ്ങനെ നിന്ന് പല രീതിയിൽ അടിമേടിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മളിങ്ങനെ ഇത് പറയുന്നത് പോലെ ആ പരിപാടിക്ക് കയറ്റി വെച്ച് നമ്മൾ റൂമിനകത്തിരുന്ന് പറഞ്ഞതേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നീ ഇന്നത് കളിക്കണം, ജ്യൂസ് പിടി എന്നുള്ള സാധനമൊക്കെ ഇല്ലേ. ഇല്ല. അപ്പം ഇത് പോകുന്നതിന് മുമ്പ് ഇപ്പം ഈ സാധനം എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, ഇത് കളിക്കാം എന്നുള്ള മനസ്സിൽ കിടക്കുന്നു. അപ്പോൾ ആ പരിപാടിക്ക് പോകുന്നതിന് മുൻപായിട്ട് 2 ദിവസം മുമ്പേ ഷിയാസിക്കല്ല, നമ്മുടെ ഷിയാസിക്കയുടെ ഒരു ഷോ കാഞ്ഞങ്ങാട്. അപ്പോൾ ആ ഷോയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നെ തിരക്കി ഇവർ അങ്കമാലി സ്റ്റാൻഡിൻ്റെ അവിടെ ബസ് ഈ ട്രൂപ്പിൻ്റെ വണ്ടി ഇട്ടുകൊണ്ട് നിൽക്കുക, എന്നെ വെയിറ്റ് ചെയ്ത്. ഞാനിവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് വരണമല്ലോ, അപ്പോൾ അങ്കമാലി വന്ന് എല്ലാവർക്കും പോവാം, കോട്ടയം ഒന്നവർക്ക് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ താമസിച്ച് ചെല്ലുന്നത്, ഞാനവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ഏകദേശം എൻ്റെ അത്രയുള്ള ഒരാൾ പുള്ളി നിന്നുകൊണ്ട് ഇവരോട് ഷെയർ ചോദിക്കുക, പുള്ളിയെ ഇട്ടുകൊണ്ട് വാട്ടിക്കൊണ്ടിരിക്കുക ഇവരെല്ലാം, മനസ്സിലായി. ഭയങ്കര കൗണ്ടറാണ് പുള്ളി. ഈ പുള്ളിയായിട്ട് ഇവരങ്ങ് ആസ്വദിക്കും ഈ സമയത്ത് അത് കാരണം ഞാൻ ഈ താമസിച്ചതിനുള്ള എന്നോടുള്ള ഇതങ്ങ് മാറി. ഇവർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പുള്ളിയുടെ പേരാണ് ബൈജു.